Hi students, today in this class we are going to discuss about the error analysis, and this is the last module in your mathematical physics and error analysis course, and the textbook for the study is an introduction to error analysis by John Taylor. Okay, അപ്പോൾ നമ്മൾ എറർ അനാലിസിസ് എന്തുകൊണ്ട് പഠിക്കണം, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫിസിക്സ് ലബോറട്ടറികളിൽ ധാരാളം ഇൻസ്ട്രുമെൻറ്റുകൾ ചെയ്യുന്നതാണ്, പലതും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതാണ്. അതിൻ്റെ അകത്തുനിന്നൊക്കെ നമ്മൾ പല മെഷർമെൻറ്റുകളും എടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ എടുക്കുന്ന മെഷർമെൻറ്റുകളൊക്കെ അക്യുറേറ്റ് ആണോ, വളരെ കറക്റ്റായിട്ടുള്ളതാണോ, അതല്ല അതിൽ എറേഴ്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ എറേഴ്സിനെ എങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്യാം, ആ എറേഴ്സിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ എറേഴ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്തെടുക്കാൻ പറ്റും, ഏതൊക്കെ എറേഴ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എറർ അനാലിസിസിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എറർ അനാലിസിസ് ഈസ് ദ സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. നമ്മൾ എറർ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം എറർ എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടറോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കോ അല്ല. എറർ ഇൻ എ സയൻറ്റിഫിക് മെഷർമെൻറ്റ് മീൻസ് ദ ഇൻഎവിറ്റബിൾ അൺസർട്ടനിറ്റി ദാറ്റ് അറ്റൻഡ്സ് ഓൾ മെഷർമെൻറ്റ്. അതാണ് എറർ. ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ എറർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അല്ലാതെ നമ്മൾ സാധാരണ നമ്മളുടെ ഒരു കൊളോക്കിയൽ വേയിൽ എറർ എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്കിനെ അല്ലെങ്കിൽ ഒരു ബ്ലണ്ടറിനെ നമ്മൾ എററായിട്ട് പറയുന്നത് പോലെയല്ല ഒരു സയൻറ്റിഫിക് മെഷർമെൻറ്റിലുള്ള എറർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മളുടെ ഈ ഒരു സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് നോക്കാം. ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രൊപ്പഗേഷൻ ഓഫ് അൺസർട്ടനിറ്റീസ്. അപ്പം അൺസർട്ടനിറ്റി ഇവിടെ ഉദ്ദേശിച്ചത് ആ ഒരു എററിനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. പിന്നെ ജനറൽ ഫോർമുല ഫോർ എറർ പ്രൊപ്പഗേഷൻ, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള എറേഴ്സ് ഉണ്ട്, പല കാറ്റഗറിയിലുള്ള എറേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് റാൻഡം എറർ ആൻഡ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഓക്കെ, അതിൽ റാൻഡം എറേഴ്സിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റാൻഡം എറേഴ്സിനെ അത് മീൻ, പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആസ് അൺസർട്ടനിറ്റി, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മീൻ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സും ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടോപ്പിക് ഫോർ ഡിസ്കഷൻ ഇൻ അവർ സിലബസ്. ഇനി നമ്മൾ എറേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എറർ എന്താണ്, എറർ എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. അക്യുറസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. നിങ്ങളൊരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് എടുക്കുമ്പം അതിൽ ഉള്ള നിങ്ങളുടെ ആ ഒരു ആക്ട് ഓഫ് മെഷർമെൻറ്റിൽ വരുന്ന ആ ഒരു കാര്യമാണ് അക്യുറസി എന്ന് പറയുന്നത്. അവസാനത്തെ പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ് പ്രിസിഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ എറേഴ്സിനെ പല രീതിയിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊരു ക്ലാസിഫിക്കേഷനാണ് അബ്സല്യൂട്ട് എറേഴ്സും റിലേറ്റീവ് എറേഴ്സും. നമ്മൾ എറേഴ്സിനെ നമുക്ക് അബ്സല്യൂട്ട് എററായിട്ട് പറയാം. നമ്മൾ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റേതായ ആ ഒരു തിയററ്റിക്കൽ വാല്യൂവിൽ നിന്നുള്ള ഒരു വേരിയേഷൻ. പിന്നെ റിലേറ്റീവ് എറർ എന്ന് പറയുമ്പം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ള റിലേറ്റീവായിട്ട് വരുന്ന എറേഴ്സ്. അപ്പോൾ ആ രീതിയിൽ അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലബോറട്ടറിയിൽ നിന്ന് ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ അകത്ത് പല മിസ്റ്റേക്കുകൾ ഉണ്ടാകും, പല രീതിയിലുള്ള എറേഴ്സ് ഉണ്ടാകും.
മിസ്റ്റേക്ക് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അതിൽ പല എറേഴ്സും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ അതിൻ്റെ കാലിബ്രേഷൻ്റെ അകത്തുള്ള എറേഴ്സ് ഉണ്ടാവാം, പിന്നെ അതുപോലെയുള്ള മറ്റു പല രീതിയിലുള്ള എറേഴ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു തെർമോമീറ്റർ എടുക്കുകയാണ്. തെർമോമീറ്റർ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക അതിൻ്റെ അതെല്ലാം മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്, ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിഗ്രിക്കും എത്രത്തോളം മെർക്കുറിയുടെ ഹൈറ്റ്, അപ്പോൾ ആ ഒരു കാലിബ്രേഷൻ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന റീഡിങ്ങും ഈ മെർക്കുറി ക്യാപിലറൈസ് ചെയ്ത് വരുന്ന ഹൈറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതൊരു എററാണ് അല്ലേ, അത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എററാണ്. അപ്പോൾ അതുപോലെയുള്ള പല എറേഴ്സും ഉണ്ടാവും. പിന്നെ അതുപോലെ മറ്റൊരു കാര്യമാണ് ഹ്യൂമൻ എറർ. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ തെർമോമീറ്ററിന് എടുക്കുക, തെർമോമീറ്റർ എടുത്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ഈ തെർമോമീറ്റർ എടുത്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷെ നിങ്ങൾ കാണുന്നത് 61 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരുപക്ഷെ അത് ഞാൻ നോക്കുന്ന ആംഗിളിൻ്റെ വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ആംഗിളിൻ്റെ വ്യത്യാസം കൊണ്ട്, അതല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ പവർ, ഐയുടെ പവർ, നിങ്ങളുടെ ഐയുടെ പവർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതൊരു ഹ്യൂമൻ എററാണ്. അപ്പോൾ ആ രീതിയിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള അതല്ലാതെ മറ്റ് പല രീതിയിലും കടന്നുകൂടുന്ന എറേഴ്സാണ് റാൻഡം എറേഴ്സ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് വ്യത്യസ്തമായ ക്രൈറ്റീരിയ വെച്ചിട്ട് അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററുമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എററുമായിട്ടുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എറർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എറർ അനാലിസിസ് ഈസ് ദ സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു സയൻറ്റിഫിക് അല്ലാത്ത ഒരു എക്സാമ്പിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർപ്പൻറ്റർ നിങ്ങൾക്ക് ഒരു വിൻഡോ ഫിറ്റ് ചെയ്യുകയാണ്. ആ വിൻഡോ ഫിറ്റ് ചെയ്യുമ്പം അയാൾ ജസ്റ്റ് ശരിക്കുള്ള ഒരു മെഷർമെൻറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിലൊന്നും എടുക്കാതെ അദ്ദേഹം ഏകദേശം ഒരു 76 സെൻറ്റിമീറ്റർ ഹൈറ്റ് അയാളൊരു എസ്റ്റിമേറ്റ് എടുക്കുകയാണ്. പക്ഷേ ഈ 76 എന്ന് പറയുന്നത് അയാളൊരു റഫ് മെഷർമെൻറ്റാണ്. അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം ഏകദേശം ഒരു 76 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും ജനലിൻ്റെ വിൻഡോയിൽ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് അദ്ദേഹം ആ വിൻഡോ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പേ അയാൾ അതിൻ്റെ മരത്തടികൾ മുറിച്ചെടുക്കും. അപ്പോൾ അദ്ദേഹം ഏകദേശം 76 സെൻറ്റിമീറ്റർ ഉള്ളത് ആ രീതിയിൽ മുറിച്ചെടുക്കും. പക്ഷേ ശരിക്കും അത് 76 എക്സാക്റ്റ് ആയിരിക്കില്ല. അദ്ദേഹം അതൊരു ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 75.5 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു റഫ് മെഷർമെൻറ്റാണ് അത് 76. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യണം. അദ്ദേഹം ഒരു അൺസർട്ടനിറ്റി കൂടി അവിടെ ഇട്ടിട്ടാണ്, ഒരു 4.5 സെൻറ്റിമീറ്ററിൻ്റെ അൺസർട്ടനിറ്റി ഇട്ടിട്ടാണ് ഏകദേശം അദ്ദേഹം എത്ര പറയുന്നത്, 4.5 അല്ല 0.45 സെൻറ്റിമീറ്ററിൻ്റെ അൺസർട്ടനിറ്റി ഇട്ടിട്ടാണ് 76 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈറ്റ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ടാപ്പിംഗ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 75.5 കിട്ടി. ഇനി അതിന് കണക്കായിട്ട് നിങ്ങളൊരു വിൻഡോ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ ഒരു പക്ഷേ അത് അത്രയല്ല, അതിലും വ്യത്യാസം ഉണ്ടാവും. 75.5 പകരം 75.49 അങ്ങനെയുള്ളൊരു വാല്യൂ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാലും ഏതൊരു മെഷർമെൻറ്റ്, അത് നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിലൊരു മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലൊരു അൺസർട്ടനിറ്റി എപ്പോഴും നമ്മൾ ആ മെഷർമെൻറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ്റെ അകത്ത് എറർ ഉണ്ടാവും. ആ എററിനെ നമ്മൾ പിന്നെ മിനിമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു മുമ്പത്തെ വളരെ കാലം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് അൺസർട്ടനിറ്റി മനസ്സിലാക്കാൻ. നമ്മളുടെ ആർക്കിമിഡീസ് അദ്ദേഹം ഡെൻസിറ്റി മെഷർ ചെയ്തിട്ട് നമ്മൾ ഒരു പ്യുവറാണോ അൺപ്യുവറാണോ എന്ന് മനസ്സിലാക്കാൻ, അലോയി ആണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ മുമ്പ് ചെറിയ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയണം ഒരു
ക്രൗൺ ഉണ്ട്. ആ ക്രൗൺ 18 ക്യാരറ്റ് ഗോൾഡാണോ അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അലോയി ആണോ, അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നറിയണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 എക്സ്പേർട്സിനെ കൊടുക്കുകയാണ്. ഒന്ന് ജോർജിനും ഒരു മാർത്ത, ഈ 2 വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ ഗോൾഡിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 15.5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്ന ഒരു അലോയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പം ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരെ നമ്മൾ ഈ ക്രൗൺ ഏൽപ്പിക്കുകയാണ്. അവരോട് ഇതിൻ്റെ ഡെൻസിറ്റി കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കൊണ്ടുവരാൻ പറയുകയാണ്. നമുക്കത് അറിയണം ഇത് യഥാർത്ഥ ഗോൾഡാണോ അലോയ് ആണോ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ ജോർജ് കൊണ്ടുവന്ന മെഷർമെൻറ്റ് ദാറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ ഏതൊക്കെ വാല്യൂ ആണ്, 13.5-ൻ്റെയും 16.5-ൻ്റെയും ഇടയിലാണ്. അതാണ് ജോർജിൻ്റെ. ജോർജ് വളരെ ക്വിക്കായിട്ടുള്ളൊരു മെഷർമെൻ്റ് എടുത്തു. ആൻഡ് ഹിസ് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഫോർ റോ ഈസ് 15 and he gave the uncertainty range between 13.5 and 16.5 gram per centimeter cube. അതേസമയം ദി സെക്കൻഡ് എക്സ്പേർട്ടായിട്ടുള്ള മാർത്ത അവർ കുറച്ച് കൂടുതൽ സമയം എടുത്തു ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ. കൂടുതൽ സമയം എടുത്തിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 13.9 ആണ്. ആൻഡ് ഹിസ് റേഞ്ച്, പ്രോബബിൾ റേഞ്ച് ദാറ്റ് ഈസ് ബിറ്റ്വീൻ 13.7 to 14.1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അതാണ് ഇവിടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നത്, ആ ഒരു സ്കെയിലിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിലിപ്പം ജോർജിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് വളരെ ക്വിക്കായിട്ട് എടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ അദ്ദേഹം 15 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത വാല്യൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രോബബിൾ റേഞ്ച് ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ദ അലോയ് ആൻഡ് ഗോൾഡ് അല്ലേ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ അൺസർട്ടനിറ്റി ഈസ് so large that both gold and suspected alloy fall within this margin of error അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ് മെഷർമെൻറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ വിച്ച് മെറ്റൽ വാസ് യൂസ്ഡ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ജോർജിൻ്റെ ഈ മെഷർമെൻറ്റിനെ അതിൻ്റെ അൺസർട്ടനിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് ഏതാണ് ഇത് അലോയ് ആണോ അതല്ല പ്യുവറായിട്ടുള്ള ശരിയായിട്ടുള്ള ഗോൾഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേ സമയത്ത് മാർത്താസ് അൺസർട്ടനിറ്റി ഈസ് അപ്രീഷ്യബിളി സ്മോളർ ആൻഡ് ഹെർ മെഷർമെൻറ്റ് ഷോസ് ക്ലിയർലി ദാറ്റ് ദ ക്രൗൺ ഈസ് നോട്ട് മെയ്ഡ് ഓഫ് ഗോൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് സംതിങ് എൽസ്, സോ ഇറ്റ് ഈസ് എ അലോയ് അല്ലേ. അപ്പോൾ അതിൽ ഈ 2 കാര്യത്തിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാർത്താസ് മെഷർമെൻറ്റ് ഈസ് മച്ച് മോർ പ്രിസൈസ് ആണ്. ബട്ട് ജോർജ് മെഷർമെൻറ്റ് ഈസ് പ്രോബബ്ലി ദാറ്റ് ഓൾസോ കറക്റ്റ്. ഈ മാർത്ത പറയുന്നത് വളരെ പ്രിസൈസ് ആണെങ്കിലും ജോർജ് തന്നതും കറക്റ്റ് ആവാം. ബിക്കോസ് ദാറ്റ് ഓൾസോ ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് ഗോൾഡ് ആൻഡ് അലോയ്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും കറക്റ്റ് ആയിരിക്കാം. പക്ഷേ മാർത്തയുടേതാണ് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളുടെ എറർ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങളുടെ റിസൾട്ട് പ്രിസൈസ് ആയിരിക്കും, മോർ അക്യുറേറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഈ എറർ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് എറർ അനാലിസിസ് നമുക്ക് ഇതിലൂടെ കാണാം. ഇനി നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിലുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുക, ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മളുടെ ഐൻസ്റ്റീൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം അദ്ദേഹം 1916 വാട്ട് ഹി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് നമ്മളെ സ്റ്റാറിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡിക്ഷനാണ്. ഈ പ്രൊഡിക്റ്റഡ് ദാറ്റ് ലൈറ്റ് ഫ്രം എ സ്റ്റാർ വുഡ് ബെൻഡ് ത്രൂ ആൻ ആംഗിൾ
ആൽഫ ഇസ് ഈക്വൽ ടു 1.8 സെക്കൻഡ് ആസ് ഇറ്റ് പാസസ് നിയർ സൺ. അപ്പം അതാണ് 1916 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരമുള്ള ഐൻസ്റ്റൈൻ്റെ ഒരു പ്രഡിക്ഷനാണത്. പക്ഷെ നമ്മളുടെ ക്ലാസിക്കൽ തിയറി വെച്ചാൽ, സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിക്കൽ തിയറി വെച്ചാൽ നമ്മൾ പറയും ദർ ഇസ് നോ ബെൻഡിങ്. സിമ്പിൾ ക്ലാസിക്കൽ തിയറി വുഡ് പ്രിഡിക്റ്റ് നോ ബെൻഡിങ്, ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. ഇനിയിപ്പം മോർ കെയർഫുള്ളായിട്ട് നമ്മൾ ക്ലാസിക്കൽ അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആൽഫ ഇസ് ഈക്വൽ ടു 0.9 സെക്കൻഡ്. അപ്പം മറ്റ് സ്റ്റാറുകളിൽ നിന്ന് സൂര്യൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈറ്റിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം GTR അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം 1.8 സെക്കൻഡിൻ്റെ ബെൻഡിങ് ഉണ്ടാവുമെന്നാണ് ഐൻസ്റ്റൈൻ്റെ പ്രൊഡിക്ഷൻ. നമ്മൾ സിമ്പിളായിട്ടുള്ള ക്ലാസിക്കൽ തിയറിയിൽ ഐദർ ആൽഫ ഈക്വൽ ടു 0 ഓർ നമ്മളതിൻ്റെ കൂടുതൽ ക്ലാസിക്കൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു 0.9 സെക്കൻഡാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇതൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അത് നമ്മളുടെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആൽഫ 1.8 സെക്കൻഡ് അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം. ആ കാലഘട്ടത്തിൽ അതിനെ കൃത്യമായിട്ടുള്ള ഒരു സോളിഡിഫൈ ചെയ്യാത്ത സമയത്താണ്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് അത്രത്തോളം കംപ്ലീറ്റ് അക്സെപ്റ്റൻസ് കിട്ടാത്ത ഒരു സമയത്താണ്. പല ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഈ പറയുന്ന ബെൻഡിങ് 1.8ൻ്റെ സറൗണ്ടിങ്ങാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞതാണ് കറക്റ്റ്. അതല്ല ആൽഫ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 0 ഓർ 0.9 സെക്കൻഡ് അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ജനറൽ തിയറി വുഡ് ബി റോങ് ആൻഡ് യുവർ ഓൾഡ് ക്ലാസിക്കൽ തിയറി ഈസ് റൈറ്റ്, അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ 1919 ഇത് ഈ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് by sun was successfully measured by Dyson, Eddington and Davidson. അവർ മെഷർ ചെയ്തു and they reported their best estimate as alpha is equal to 2 seconds with 95% confidence that it lay between 1.7 സെക്കൻഡ് ആൻഡ് 2.3 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഒബ്വിയസ്ലി ദിസ് റിസൾട്ട് വാസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഐദർ ഓഫ് ദ ഓൾഡർ പ്രൊഡിക്ഷൻസ് ആൽഫ ഈക്വൽ ടു 0 ഓർ 0.9 സെക്കൻഡ്. Therefore, it gave a strong support to Einstein's theory of general theory of relativity. Okay. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മൾ അൺസർട്ടനിറ്റി when we are taking readings from the scales. For example, നമ്മൾ measuring a length of a pencil with a ruler. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ലെങ്ത് ഇറ്റ് ഈസ് ഫോൺ ടു ബി 36 millimeter ആണ് കാണുന്നത്. പക്ഷേ നമുക്ക് അതിനെ 36 millimeter ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് പറയുന്ന ഈ ഒരു സ്കെയില്, ഇതിൻ്റെ അകത്തുള്ള ഓരോ ലൈൻസും ദാറ്റ് ഈസ് 1 millimeter എപ്പാർട്ടാണ് അല്ലേ. അപ്പം 35 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 36 ആണ്, പിന്നെ 37 ആണ്, 38 ആ രീതിയിലാണ് പോകുന്നത് ഇതിൻ്റെ സ്കെയിലിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോബബിൾ റേഞ്ച് യു ഹാവ് ടു സേ ദാറ്റ് ഈസ്
It may be 35.5 to 36.5 അല്ലേ, 35.5 ആവാം, 36.5 ആവാം. So it has some amount of uncertainty, or there is a probable range of value between 35.5 to 36.5. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം, അത് നമുക്ക് അടുത്ത ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദർ ഇസ് എ വേ ഹൗ ടു റൈറ്റ് ഇറ്റ്, ഓർ ഹൗ ടു എക്സ്പ്രസ് ദിസ് വാല്യൂ, അല്ലെങ്കിൽ ഹൗ ടു റെപ്രസെൻറ്റ് ദിസ് വാല്യൂ. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ് നമ്മൾ വോൾട്ട് മീറ്ററിലെ റീഡിങ്. ഇവിടെ വോൾട്ട് മീറ്ററിലെ റീഡിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദ വോൾട്ടേജ് ഈസ് 5.3 വോൾട്ടാണ്. പക്ഷേ ഇത് നമുക്ക് 5.3 വോൾട്ടായിട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഹിയർ ഓൾസോ ദർ ഇസ് എ റേഞ്ച്, പ്രോബബിൾ റേഞ്ച്. ഇറ്റ് മേ ബി 5.2 to 5.4. 5.3 എന്ന് പറയുന്ന എക്സാക്റ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് നമുക്കറിയാം അത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് വോൾട്ടേജ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ പ്രോബബിൾ റേഞ്ച് ബിറ്റ്വീൻ 5.2 to 5.4 വോൾട്ട്. ഓക്കെ, സോ more theories and other things about the error analysis we will discuss in the next video.